ബിൻസിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. രണ്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുള്ള രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ്. അതിന്റെ കളർ ചേഞ്ചസും ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സാപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ എടുക്കുന്നുണ്ട്. ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. ഇൻസൈഡ് കേരള മാത്രമാണ് നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത്. അത് DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് വേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോട്ടൻ്റെയും സിൽക്കിൻ്റെയും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പാകത്തിന് ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. കളർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ്. ഡള്ളായിട്ട് നിൽക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെയൊന്നുമല്ല, നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലിൽ കളർ ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൻ്റെ അത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വീവിങ്സ് പോയിട്ടുണ്ട് കേട്ടോ. അതൊരു ലൈൻ പാറ്റേണിലാണ് ആ വീവിങ്സ് അപ് ടു ഡൗൺ വരെ പോയിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം സെയിം തന്നെ ആ ഒരു വീവിങ്സ് പോകുന്നുണ്ട്. അത് മെറ്റീരിയൽ സെൽഫായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. അത് ഇത് പ്രിന്റ് ഒന്നല്ല കേട്ടോ, സെൽഫായിട്ട് വരുന്ന വീവിങ്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ഒരു മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് മെഷ് എംബ്രോയിഡറി ആണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലും വന്നിരിക്കുന്ന ഡിസൈനാണ്. നമ്മുടെ ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ഫ്ലവേഴ്സും അതിൻ്റെ ലീവ്സും പോലെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഓപ്പോഷനിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്കും സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. 3/4 ലെങ്ത് സ്ലീവിനുണ്ട്. ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല ഭംഗിയായിട്ടാണ്. ഈ ഒരു പോർഷനിൽ കുറച്ചൊരു ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എലാസ്റ്റിക് കൺസെപ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ 3/4 ആയിട്ട് തന്നെ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ അടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോർമൽ ഒരു 3/4 സ്ലീവിൻ്റെ കൺസെപ്റ്റിലേക്ക് ഇതുപോലെ തന്നെ വരാൻ പാകത്തിന് വരും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഒറ്റ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവർ എലാസ്റ്റിക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെയാണ് ആ ഒരു വീവിങ്സ്. ഇതുപോലെ ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്. ഫുള്ളായിട്ട് ഈ ഒരു ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്. ബാക്ക് സൈഡിലും ആ ഒരു പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. 3/4 ആണ് സ്ലീവിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എലാസ്റ്റിക് ഇട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം ഒരുപാട് ടൈറ്റ് ആയിട്ട് സ്ലീവ് ഇരിക്കേണ്ട, കുറച്ച് ലൂസ് കൺസെപ്റ്റിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്. കാരണം ഈ ഒരു പോർഷൻ കുറച്ചൊരു ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഒരുപാട് ടൈറ്റ് ഫിറ്റിൽ നിൽക്കത്തുമില്ല കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒരു 47-48 ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഈ കുർത്തിക്ക്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അത് മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 690 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കളർ വന്നിട്ട് ഗ്രേ പോയിന്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഗ്രേ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റും അല്ലാത്ത ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് വരുമ്പോൾ ഇതുപോലെ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും നമ്മൾ ഈ പാറ്റേണിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സിലും ഈ ഒരു ലൈൻ പാറ്റേൺ ഉണ്ട്. അത് ത്രെഡ് വീവിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഇതുപോലെ ഒരു മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന മെഷ് എംബ്രോയിഡറിയാണ്. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും പീച്ചിൻ്റെയും ഓറഞ്ചിൻ്റെയും കളറിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളർ വന്നിരിക്കുന്ന ലീഫ് പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ്, സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്. സ്ലീവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് കളർ വന്നിരിക്കുന്നത്. ഈ ഒരു വീവിങ്സ് അപ് ടു ഡൗൺ വരെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ഇതുപോലെയുണ്ട്. സ്ലീവ് നിങ്ങൾക്ക് ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. നമ്മുടെ നോർമൽ 3/4 സ്ലീവായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ലെങ്ത്തിലുമാണ്.
അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 690. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കളർ വന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് നേവി ബ്ലൂ ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് പറയണം കേട്ടോ. കാരണം നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് സ്ക്വയർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ അത് സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ആണെങ്കിലും സെയിം ആണ്. സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. അതും ഈ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വരുന്നത് 690. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. സിമ്പിൾ ആണ്, എന്നാൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ്, അത് മെഷ് എംബ്രോയിഡറി ആണ്. കട്ട് ബീഡ്സും ബീഡ്സും നല്ല മെഷ് എംബ്രോയിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്ന കുർത്തിയായിട്ട്. നെക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു UV പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ അത് മെഷ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന പിങ്കിൻ്റെ തന്നെ 2 കളർ ഷെയ്ഡ്സ് ആണ്. ലൈറ്റ് പിങ്കും ഓണിയൻ പിങ്കിൻ്റെ കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും വന്നിരിക്കുന്നത്. ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഷ് എംബ്രോയിഡറി ഉണ്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാം തന്നെ മെഷ് എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ്. താഴേക്ക് വന്നിരിക്കുമ്പോൾ എലയിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. സ്ലീവ് 3/4 ആണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ വരും. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. താഴേക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇത് അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. നല്ല ലെങ്ത്തിലാണ്. ഒരു 47-48 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. എന്നാൽ സിമ്പിളായിട്ട് വരുന്ന കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 690. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ. ഇതും സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം. മെറ്റീരിയൽ ആ ഒരു സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ UV നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു പാറ്റേണിലാണ് മെഷ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. പിങ്കിൻ്റെ തന്നെ 2 ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ കളറിലും വന്നിരിക്കുന്ന മെഷ് ത്രെഡാണ് ഈ ഒരു മെഷ് എംബ്രോയിഡറിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ യോക്ക് പോർഷനും ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഏലയും തന്നെയാണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. യോക്ക് ഫുള്ളായിട്ട് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വർക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ആ ത്രെഡ് കളറൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട്. ഒരു 47-48 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെയാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 690 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ്. ഈ 2 പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടെ എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ queenscollections.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഐഡി ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.